അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇന്നലെ എനിക്ക് ഒരാളെ പീഡിപ്പിച്ച്. നീ ഒരാളെ പേടിപ്പിച്ചോ? No, പീഡിപ്പിച്ച്. Like somebody has a... You പീഡിപ്പിക്കൽ fight somebody. No, somebody has... പീഡിപ്പിക്കൽ fight you. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. എങ്ങനെ പീഡിപ്പിച്ചു? അയ്യേ കാമപ്രാന്തൻ. It's very bad. Janu who touched my Janmani? ആരാണ് എന്റെ ജാനുവിനെ? ചെലവുമാർ ഇങ്ങനെ പോസ്റ്റ് കിട്ടിയാലും മതി. ജാൻ, are you serious? Seriously, I'm saying. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? I gave very nicely one slap and I called his wife. Auntie, I said, എങ്ങനെയാണ് നിങ്ങൾ ഈ ആളുടെ കൂടെ ജീവിക്കുന്നത് ചോദിച്ചു. ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. ഇതാരാ? He has a granddaughter. എനിക്ക് വാക്കുകളില്ല. I shouldn't smile. That's very bad. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. I am laughing. How can he? Like I was going to put the scanner and he came and ഈ പൂക്കൾ ഇവിടെ എന്താണ് ഉണ്ട് പറഞ്ഞിട്ട് പിരിച്ച്. നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? Oh my God. What is wrong with people? Why are people grabbing people? എന്താണത്? ഈശ്വരാ, നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നുമില്ലടാ. Literally, how come? I don't know. For Man. 5 minutes I was like shocked and sweating. അല്ലേടാ നാണം കെട്ടവനെ. ജാൻമണിനെ കയറി പിടിക്കാൻ ധൈര്യമുള്ളവനാട്ടോ. Oh my God. ആയിട്ടുള്ള സമൂഹം. It's കലവൻ. കിളവനായാലും കൊച്ചു കൊച്ചായാലും ഏജ് ഇസ് നോട്ട് എ പാരാമീറ്റർ. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? വീട്ടിലെ ഭാര്യയുണ്ടോ പിന്നെ ഈ പുറത്തൊക്കെ പോയിട്ട് ആൾക്കാർക്ക് പിടിക്കുന്ന എന്താ മനസ്സിലായി. രണ്ടെണ്ണം കൊടുക്കാൻ കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. തെലുങ്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യണം, അവിടെ പോയി പോലീസ് കേസ് ആക്കണം. ഇത് ഫോളോ അപ്പ് ചെയ്യണം. ജാനുവരി മച്ചു ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. ഇങ്ങനെ കുറെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ചെങ്ങന്മാർ ഇഷ്ടം. എന്തായാലും ജാനുവൻ എപ്പോ തന്നെ റിയാക്ട് ചെയ്തു. അയാളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു എന്ന് പറയുന്നു. അയാൾ ഇജാതി ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരല്ലേ നമ്മൾ ചുറ്റും ജീവിക്കുന്നത്. ഉന്തി നിൽക്കുന്ന രണ്ട് മുലകൾ കണ്ടാൽ മതി, അതാരാണെന്ന് പോലുമില്ല, അങ്ങോട്ട് കയറി പിടിക്കും. മാതാശ്രീയെയും ബഹൻശ്രീയെയും തിരിച്ചറിയാത്തവൻ മാത്രമല്ല അയാളുടെ ഭാര്യയെ വിളിച്ച് ഭർത്താവിന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് പറയുകയും ചെയ്തു. അതെന്തായാലും നന്നായി. മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല, പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. എനിക്ക് കിട്ടി. എവിടെ? ഇവിടെ. നന്നായി.